الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് യൂനുസിലെ 22-ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي يسيركم في البر والبحر حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان وظنوا أنهم أحيط بهم دعوا الله مخلصين له الدين لئن أنجيتنا من هذه لنكونن من الشاكرين. هو الذي يسيركم, അവനാണ് നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്, യാത്ര ചെയ്യിക്കുന്നത്. ഫിൽ ബർരി, കരയിലും, വൽ ബഹർ, കടലിലും. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിലാകുമ്പോൾ, വ ജറൈന ബിഹിം, എന്നിട്ട് അവരെയും കൊണ്ട് കപ്പൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ, ബിരീഹിൻ ത്വയ്യിബത്തിൻ, അനുകൂലമായ കാറ്റിൽ, വ ഫരിഹു ബിഹ, അവർ വളരെ സന്തുഷ്ടരായിരിക്കെ, സന്തോഷമുള്ളവരായിരിക്കെ, ജാഅത്ഹ, അപ്പോൾ ആ കപ്പലിൻ്റെ നേരെ വരുന്നു റീഹുൻ ആസിഫുൻ, ഒരു കൊടുങ്കാറ്റ്. വ ജാഅഹുമുൽ മൗജു, തിരമാലയും വരുന്നുണ്ട്, മിൻ കുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തു നിന്നും. വലന്നു, അപ്പോൾ അവർ മനസ്സിലാക്കുന്നു, അവർ ആലോചിക്കുന്നു, അവർ വിചാരിക്കുന്നു, അന്നഹും, തീർച്ചയായും തങ്ങൾ, ഉഹയത്വ ബിഹിം, അത് തങ്ങളെ വലയം ചെയ്യുമെന്ന്, തങ്ങൾ വലയം ചെയ്യപ്പെട്ടുവെന്ന്, ആപത്തിനാൽ വലയം ചെയ്യപ്പെട്ടുവെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ദഅഉല്ലാഹ, അവർ അള്ളാഹുവിനെ വിളിക്കുന്നു. മുഖ്ലിസീന ലഹു അദ്ദീൻ, അനുസരണം, അവനെ മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലഇൻ അൻജൈതന, എന്നിട്ട് അവർ പറയുക, ലഇൻ അൻജൈതന, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, മിൻ ഹാദിഹി, ഇതിൽ നിന്നും, ഈ അപകടത്തിൽ നിന്നും, ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരിൽ പെട്ടുകൊള്ളാം. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ്. 12-ാമത്തെ ആയത്തിൽ, ഈ സൂറയിൽ തന്നെ 12-ാമത്തെ ആയത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദാ മസ്സൽ ഇൻസാനൽ ദുർറു, മനുഷ്യനെ ദുരിതം ബാധിച്ചാൽ, ദഅനാ ലി ജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമൻ, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അവർ നമ്മളെ പ്രാർത്ഥിക്കും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവൻ്റെ ദുരിതത്തെ നമ്മൾ നീക്കിക്കളഞ്ഞാൽ, മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരി മസ്സ, തന്നെ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം ബാധിച്ചിട്ട് അവൻ തന്നെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വണ്ണമാണ് പിന്നെ അവൻ്റെ ജീവിതം. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ, ഇങ്ങനെയാണ് ധൂർത്തന്മാർക്ക്, ദുർവ്യയം ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതം അലങ്കാരമാക്കപ്പെടുന്നത്. അതേ ആശയം തന്നെയാണ് മറ്റു ഭാഷകൾ. ഇത് പല പ്രാകാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിൽ, സൂറത്ത് ലുഖ്മാനിൽ ഒക്കെ അല്ലാഹു തആല ഈ കാര്യം മറ്റു പദങ്ങളിലൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.
അപകടത്തിൽപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഓർക്കും. ബസ്സിൻ്റെ ബ്രേക്കൊന്ന് പോയി നോക്കണം, ഇറക്കത്തിൽ നിന്ന് കലിമാട് ചൊല്ലും നമ്മൾ, അല്ലേ? അള്ളാഹിനോട് ഓർക്കും, പടച്ചോനെ ദീപ്പെടുത്തല്ലേ, അള്ളാഹ് രക്ഷപ്പെടുത്തണേ, എവിടെയെങ്കിലും തട്ടിയിട്ട് ഈ ബസ്സൊന്ന് നിൽക്കണേ. എന്തൊരു ദുആയിരിക്കും, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഇനി ദൈവവിശ്വാസമില്ലാത്തവർ പോലും ചിലപ്പോൾ ദൈവമേ എന്ന് വിളിക്കും. തീരെ ദൈവവിശ്വാസമുണ്ട്, ആരാധന അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരും പടച്ചവനെ കഴിച്ചിലാക്കി തന്നെ, ഇനി ഞാൻ നിസ്കരിച്ചോളാം, ഇനി ഞാൻ നല്ലോണേക്കോളാം. രോഗം വന്നാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ അല്ലാഹു തആല മനുഷ്യൻ്റെ സ്വഭാവം എടുത്തു കാണിക്കുകയാണ്. ഇങ്ങനെ ആവരുത് എന്നാണ് ഉണർത്തുന്നത്, അല്ലാതെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാം. കടലിൽ അകപ്പെട്ടപ്പോൾ കപ്പലിൻ്റെ കപ്പിത്താൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ വിളിക്കാവൂ. ഇപ്പോൾ അതുകൊണ്ട് കാര്യമുള്ളൂ, നമ്മളെ ദൈവങ്ങളെ വിളിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ദൈവങ്ങളുണ്ട്, കഅബയിലൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്, അവരെ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ആരെ വിളിക്കേണ്ടത്? അള്ളാഹിനെ മാത്രം. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇത് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, അള്ളാഹിനെ മാത്രം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് തെറ്റിപ്പോന്നിരിക്കുന്നത്. അതിനല്ല ഇപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ എന്ന്. അദ്ദേഹം അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് കഅബ ആക്രമിക്കാൻ അബുറഹത്ത് വന്നപ്പോൾ ഒട്ടകം 200 ഒട്ടകം അബ്രഹത്തിൻ്റെ ആൾക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനായിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. എന്താ, ഞങ്ങൾ കഅബ പൊളിക്കാൻ വന്നിരിക്കുകയാണ്, കഅബ എന്നാൽ നിങ്ങളെ കേന്ദ്രമാണ്, ഞങ്ങൾ യമനിൽ വേറെ കഅബ ഉണ്ടാക്കാൻ പോവുക, ഉണ്ടാക്കിയിരിക്കണം അങ്ങോട്ട് ആകർഷിക്കാനാണ്. അബ്ദുൽ മുത്തലിബ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടിച്ചല്ല, എനിക്കൊന്നും പറയല്ല, എൻ്റെ 200 ഒട്ടകം കൊണ്ടേക്കണം, നിങ്ങൾ അതും തരണം. അത് ശരി, നിങ്ങളെ കഅബ പൊളിക്കാൻ വന്നതിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാല്ല അല്ലേ, നിങ്ങൾ ഒട്ടകമാണ്, ഇത്ര ചെറുതാവുകയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞ ഒട്ടകൻ്റെതാണ്, കഅബ അള്ളാഹിൻ്റെതാണ്, അത് അള്ളാഹ് നോക്കിക്കോളും. കഅബ അള്ളാഹിൻ്റെതാണ്, അത് അള്ളാഹ് നോക്കിക്കോളും. കഅബയിൽ എത്ര വിഗ്രഹങ്ങളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ, 300-ൽ പരം. എന്നിട്ട് അദ്ദേഹം കഅബ പരിസരത്തുള്ളവരെ മുഴുവനും നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളി. എന്നിട്ട് അദ്ദേഹം അവസാനുണ്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട്, കഅബയുടെ കില്ല എന്ന കിൽ ആ വിരിയാണ്, കഅബൻ്റെ മുകളിൽ തൂക്കണ വിരി, അത് പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് അള്ളാഹിനോട് മാത്രം. അള്ളാഹ്, നിൻ്റെ ശത്രുക്കൾ ഇതാ നിൻ്റെ ഭവനം പൊളിക്കാൻ വന്നിരിക്കുകയാണ്. കവിതാരൂപത്തിൽ യാ റബ്ബി ലാ അർജൂ ലഹും സിവാക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കവിത, 4 വരിയുണ്ട്. വളരെ ആകർഷകമായ കവിത. നീ അല്ലാതെ നാഥ ആരുമില്ല, നിൻ്റെ ഭവനം പൊളിക്കാൻ വന്നിരിക്കുകയാണ്, നീ അവരെ നിൻ്റെ ഭവനത്തെ തകർക്കുന്നതിൽ നിന്ന് തടയണം. ആരോട്? അള്ളാഹിനോട്. എത്ര ദൈവങ്ങളുണ്ട്, എത്ര പ്രതിമകളുണ്ട്. ഇതാണ് അപകടം. അവർക്ക് കഅബനോട്, അബ്ദുൽ മുത്തലിബിന് കഅബനോട് സ്നേഹമുണ്ട് കേട്ടോ, കഅബനോട് സ്നേഹമുള്ള മഹാൻ തന്നെയാണ് അദ്ദേഹം, പക്ഷെ ഷിർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇങ്ങനെ ആപത്ത് വരുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം ഏകദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാകും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുക. ഇത് അറേബ്യൻ മുശ്രിക്കുകളെ ഉണർത്തുകയാണ്. നിങ്ങൾക്ക് അപകടം വരുമ്പോൾ നിങ്ങൾക്കൊരു ദൈവമേ ഉണ്ടാകും. നമ്മൾ ദിക്ർ ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക, എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ വിപത്തിൽ നിന്ന്, നിൻ്റെ പിടികൂടലിൽ നിന്ന് നിന്നിലേക്കല്ലാതെ രക്ഷയില്ല. മനുഷ്യന്മാർ തമ്മിൽ എങ്ങനെ, ഇന്ന ഒരാൾ ഉപദ്രവിക്കാമെന്നാൽ മറ്റവൻ്റെ അടുത്തേക്കാണ് പോവുക. അള്ളാഹിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ പരീക്ഷണവും ഭയപ്പെടുന്ന ഒരാൾ എവിടേക്കാണ് പോവുക? അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ പോവുക, അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ അടുക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് പറയുന്നത്. ഒന്നും കൂടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമാകും. ഹുവല്ലദീ യുസയ്യിർക്കും, സാറ എന്ന സഞ്ചരിച്ചു എന്നാണ്, സയ്യറ എന്ന് പറഞ്ഞാൽ സഞ്ചരിപ്പിച്ചു എന്നാണ്. അപ്പോൾ നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ അവനാണ്, ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും. അതെന്താ?
കരയിലും കടലിലും സഞ്ചരിപ്പിക്കുന്നവൻ അവനാ. കാറിൽ എണ്ണടിച്ച് കണ്ട് സ്റ്റാർട്ട് ചെയ്താണ് പോയാൽ കാറാണ് പോകില്ലേ? അല്ലേ ഓടിക്കണേ? നമ്മൾ ഡ്രൈവർമാരല്ലേ ഓടിക്കണത്? അതിനുള്ള സംവിധാനം ആരാണ് ഇന്ധനം നൽകിയത്? ആരാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകിയത്? നമ്മുടെ നാട്ടിൽ പെട്രോളിയം ഇല്ല, നമുക്ക് യഥേഷ്ടം കിട്ടുന്നു. യന്ത്രങ്ങൾ ഇന്ന തോതിലൊക്കെ സംഘടിപ്പിച്ചാൽ, ഇന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാക്കിയാൽ അത് പെട്രോളും ഒഴിച്ച് കത്തിച്ച് ഓടിക്കാൻ പറ്റും എന്ന ബുദ്ധി അത് ആരാ മനുഷ്യന് നൽകിയത്? അങ്ങനെ അത് കണ്ടുപിടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ കപ്പൽ, തീവണ്ടി, ഇതൊക്കെയാണല്ലോ വലിയ സഞ്ചാരമാർഗങ്ങൾ, വിമാനം. അപ്പോൾ മനുഷ്യന് അതിനാവശ്യമായ സൗകര്യങ്ങളും ധാതുക്കളും ഈ ഭൂമിയിൽ നിക്ഷേപിച്ചതാരാ? ഇതങ്ങനെ നിക്ഷേപിച്ച് വന്നപ്പോൾ കിട്ടിയപ്പോൾ അങ്ങനെ ആയതല്ല, അങ്ങനെ വേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ നേരത്തെ തന്നെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് വിഷയം. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി, ബർറ് പറഞ്ഞാൽ കര, ബഹർ പറഞ്ഞാൽ കടൽ, കരയിലും കടലിലും. അപ്പോൾ എന്താ വേണ്ടത്? വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാഹിനോടൊരു ദുആയുണ്ട്. വലത്ത് കാലം വെച്ച് ഇറങ്ങിയിട്ട് ഒരു ദുആയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്തിൽ കയറി ഇരുന്നാലൊരു ദുആയുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. വാഹനം നീങ്ങിത്തുടങ്ങുമ്പോൾ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. ഇതൊക്കെ എന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ അള്ളയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അവനാണ് നമ്മൾക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അതിനെ പ്രത്യേക ഘടനയിലും രൂപത്തിലും സംവിധാനിക്കുകയും സംഘടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ഒരുക്കി തന്നിരിക്കുന്നത് അത് തന്നെയാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്ക്. അങ്ങനെ നിങ്ങളൊരു കപ്പൽ കയറി എന്ന് വെക്കുക, ഫുൽക്ക് കപ്പൽ. ജറൈന ബിഹിം, ജറാന സഞ്ചരിച്ചു തന്നെ, കടലിൽ സഞ്ചരിച്ചു. ജറൈന ബിഹിം, ആ കപ്പലുകൾ, ഫുൽക്ക് എന്നുള്ളത് ബഹുവചനായിട്ട് ഏകവചനായിട്ട് ഉപയോഗിക്കും, അതുകൊണ്ട് അവിടെ ജറൈന, അവ. ബിരീഹൻ ത്വയ്യിബ, നല്ല കാറ്റ്. നല്ല കാറ്റ് പറഞ്ഞാൽ എന്താ? അനുകൂലമായ കാറ്റ്. കപ്പൽ നീങ്ങുന്നതിനാവശ്യമായ പായ്ക്കപ്പൽ, തോണിക്ക് പായ കെട്ടിയ ഓടുന്നങ്ങൾ കണ്ടിട്ടില്ല? ചാലിയാറിലൊക്കെ ഉണ്ടാവും. തോണിക്ക് പായ കിട്ടും, കാറ്റ് അങ്ങോട്ടാണെങ്കിൽ ആ കാറ്റ് ആ പായ കാറ്റ് പിടിച്ചിട്ട് നല്ല സ്പീഡിൽ ഓടും പായക്കപ്പൽ. ബിരീഹൻ ത്വയ്യിബ, നല്ല കാറ്റ്, അനുകൂലമായ കാറ്റുണ്ടായാൽ ഫരിഹു ബിഹ, സന്തോഷവും. വേഗത്തെ നല്ല കാറ്റ് നമുക്ക് അനുകൂലം. ആരാതുണ്ടാക്കുന്നത്? ഇത് ശാസ്ത്രം പറയും മരമുള്ളത് കൊണ്ടാണ്. പ്രകൃതി അങ്ങനെയാണ്. എങ്ങനെ പ്രകൃതി അങ്ങനെ ആയത്? ഫരിഹു ബിഹ, അവർ സന്തുഷ്ടരാവുകയും ചെയ്യുമ്പോൾ ജാഅത്ഹ, അപ്പോൾ അതിൻ്റെ നേരെ വരുന്നു റീഹുൻ ആസിഫുൻ, ഒരു കൊടുങ്കാറ്റ്. റീഹുൻ ആസിഫുൻ, ആസിഫാണ് കൊടുങ്കാറ്റാണ്. വജാഅഹുമുൽ മൗജു, കൊടുങ്കാറ്റടിച്ചാൽ പിന്നെ സംഭവിക്കുന്ന കടലിൽ നിന്ന് തിരമാലകൾ. മൗജ് എന്ന തിരമാല വരും. മിൻ കുല്ലി മക്കാനിൻ, നാനാഭാഗത്തു നിന്നും. കപ്പലിൻ്റെ നേരെ തിരമാല വന്നാൽ ഇന്നത്തെ വലിയ കപ്പലുകൾ പോലും ആടി ഉലയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ചെറിയ കപ്പലിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? വന്നു, അവർ കരുതി അന്നഹു മുഹൈത്വ ബിഹി, ഞങ്ങൾ കുടുങ്ങിയത് തന്നെയെന്ന്. അഹാത്വ വലയം ചെയ്തു. മുഹൈത്ത്, അല്ലാഹു മുഹൈത്തും ബിൽ കാഫിരീൻ, ഇതിൽ നിന്നുണ്ടായതാ. വലിയ സമുദ്രങ്ങൾക്കൊക്കെ അൽ മുഹൈത്ത് എന്ന് പറയും, എല്ലാം ചുറ്റി കിടക്കുന്ന സമുദ്രം. ഉഹൈത്വ ബിഹിം, തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നവർ വിചാരിക്കുകയും ചെയ്യുമ്പോൾ ദഅഉല്ലാഹ, അല്ലാഹുവിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മുഖ്ലിസീന, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായി, നിഷ്കപടമായി, ആത്മാർത്ഥമായി. അദ്ദീൻ, അനുസരണം. അതുവരെ അനുസരണം ആർക്കാ? ദൈവങ്ങളുടെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് അനുസരിക്കുക. ഇപ്പം ആർക്കാ അനുസരണം? അള്ളാഹ്ക്ക് മാത്രം. അപ്പോൾ ദീൻ അള്ളാഹ്ക്ക് മാത്രം. ദീൻ ലഇൻ അൻജൈതന, നജ്ജ എന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നാണ്. എന്താണ് അള്ളാഹിനോട് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞില്ല, ഇൻ അൻജൈതന, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, മിൻ ഹാദിഹി, ഈ അപകടത്തിൽ നിന്നും, ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരായിക്കൊള്ളാം എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ അർത്ഥം പറയണില്ല, കാര്യങ്ങൾ മനസ്സിലായല്ലോ.
എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആപത്ത് വരുമ്പോൾ മാത്രം അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ല, ലറായിലും സറായിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ലറാ ആണെങ്കിൽ ക്ഷമിക്കുകയും സറാ ആകുമ്പോൾ നന്ദി കാണിക്കുകയും, രണ്ടും അള്ളാഹുവിനോട് നന്ദി കാണിക്കൽ തന്നെയാണ് ഫലത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സദാസമയവും അവനോട് നന്ദിയുള്ള, അവനോട് വണക്കമുള്ള, അവൻ ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങൾ നമ്മെ എല്ലാവരും ഉൾക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تجعلنا فتنة للذين كفروا. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.